കേരള സർക്കാരിന്റെ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ പരിപാടിയായ ആരോഗ്യം ആനന്ദത്തിന് കാലടി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. കാലടി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ജനകീയ ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൽക്കിസ് കൊരണപ്പറ്റ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ സാജിദ പൈക്കാടൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരുപാട് നമ്മുടെ കുടുംബത്തൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് മുൻകരുതൽ നിലയ്ക്ക് നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശുശ്രൂഷ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതശൈലിയിൽ തന്നെയാണ് വരുന്ന രോഗങ്ങളാണ്. അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കും, വ്യായാമമില്ലായ്മ, അതൊക്കെ തന്നെയാണ് നമ്മുടേതായ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇലക്കറികൾ, പച്ചക്കറികൾ, ഒരുപാട് കഴിക്കുക. ആനന്ദം ആരോഗ്യം ക്യാമ്പയിനെക്കുറിച്ചും തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും മെഡിക്കൽ ഓഫീസർ വിശദീകരണം നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ തുറയാറ്റിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അസ്ലം കെ തിരുത്തി എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജു പരിപാടിക്ക് നന്ദി പറഞ്ഞു. ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി 4 മുതൽ വനിതാ ദിനമായ മാർച്ച് 8 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ആരോഗ്യം ആനന്ദം പ്രോഗ്രാം. പ്രധാനമായും സ്ത്രീകളെ ബാധിക്കുന്ന സ്തനാർബുദം, ഗർഭാശയ ഗളാർബുദം, വദനാർബുദം എന്നിവയെ കേന്ദ്രീകരിച്ചാണ് പരിപാടി നടപ്പാക്കുന്നത്. ക്യാൻസർ ലക്ഷണങ്ങളെ പാടെ അവഗണിക്കുകയും രോഗത്തെ നേരത്തെ കണ്ടെത്തി ചികിത്സയെടുക്കാൻ ആളുകൾ വൈകുന്നതുകൊണ്ടാണ് മരണങ്ങൾ കൂടുന്നതെന്നും നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗമാണിതെന്നും മെഡിക്കൽ ഓഫീസർ അഭിപ്രായപ്പെട്ടു. ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് കണ്ടനകം ദാറുൽ ഹിദ സ്കൂളിലെ കുട്ടികൾക്ക് സ്ഥാനാർബുദ ബോധവൽക്കരണ പോസ്റ്റർ കൈമാറി. കാലടി കുടുംബാരോഗ്യ കേന്ദ്രം, കണ്ടനകം ജനകീയാരോഗ്യ കേന്ദ്രം, ഹരിത കർമ്മസേന, MCF കളക്ഷൻ പോയിന്റ് എന്നിവിടങ്ങളിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സ്ക്രീനിംഗും നടന്നു. വരും ദിവസങ്ങളിലും സ്ക്രീനിംഗ് ക്യാമ്പുകൾ പഞ്ചായത്തിലെ വിവിധ പ്രദേശത്ത് നടത്തുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. മറ്റ് ആരോഗ്യ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ. എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി.